ഓം നമ ശിവായ. രേവതി നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ നല്ല സൗന്ദര്യമുള്ളവരും നല്ല സ്വഭാവവിശേഷങ്ങൾക്ക് ഉടമയും ധാരാളം സുഹൃത്തുക്കളുള്ളവരും വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നവരും നല്ല തേജസ്സുള്ളവരും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ളവരും എല്ലാവർക്കും പ്രിയപ്പെട്ടവരും നാൽക്കാലി സമ്പത്തുകൾ ധാരാളമുള്ളവരും ആയിരിക്കും. ഇവർ നല്ല പ്രസന്നമായ വ്യക്തിത്വത്തിന് ഉടമകളായിരിക്കുന്നവരും ഹൃദ്യമായ പെരുമാറ്റമുള്ളവരും ആദർശവും പ്രായോഗികതയും സമന്വയിപ്പിക്കുവാനുള്ള രസതന്ത്രം വളരെ നന്നായി അറിയാവുന്നവരും സ്വന്തം കഴിവുകളെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളവരും ആ ബോധ്യം ചിലപ്പോൾ അഹങ്കാരമായി മാറുകയും ചെയ്തു എന്ന് വരുന്നതാണ്. വളരെ ചടുലമായ നീക്കങ്ങൾ നടത്തുവാൻ ഇവർക്ക് നല്ല പ്രാഗത്ഭ്യമുണ്ടായിരിക്കും. കൽപ്പനാഭരിതമായ മനസ്സിന് ഉടമകളായ ഇവർ പൊതുവെ നല്ല ഭാവനാശാലികളാണ്. ഈ നാളുകാരുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, ഗുരു, ശുക്രൻ എന്നീ ശുഭഗ്രഹങ്ങൾ നിന്നാൽ ഇവർ നല്ല കവികളോ കലാകാരന്മാരോ ഒക്കെ ആയിരിക്കും. കലയിലെന്നതുപോലെ വിദ്യാഭ്യാസത്തിലും ഇവർ മുൻപന്തിയിലായിരിക്കുകയും ചെയ്യും. ജന്മരാശ്യാധിപനായ വ്യാഴം തന്നെ 10-ാം രാശ്യാധിപനും ആകയാൽ തൻ്റെ വിദ്യാഭ്യാസത്തിന് അനുസരിച്ചും മനസ്സിനിണങ്ങിയതുമായ തൊഴിൽ ലഭ്യമാകുവാൻ യോഗമുള്ളവരാണ്. ഇവരുടെ നക്ഷത്രാധിപൻ ബുധനും രാശ്യാധിപൻ ഗുരുവും ആയതിനാൽ ഉയർന്ന അളവിലുള്ള ബുദ്ധിശക്തിയും ഉയർന്ന നിലവാരത്തിലുള്ള സംസ്കാരവും ഈ നാളുകാർക്ക് ഉണ്ടാകും. മീനം ഒരു ഉഭയരാശിയായതിനാൽ ഇരട്ട വ്യക്തിത്വവും ഇവരിലുണ്ടായിരിക്കും. അന്യനാട്ടിലും സ്വദേശത്തും മാറി മാറി കഴിയാനുള്ള യോഗമുള്ളവരാണ്. ഭാവി കാലത്തെ കണക്കുകൂട്ടലുകൾക്ക് അനുസരിച്ച് മെനഞ്ഞെടുക്കുവാൻ സാധിക്കുന്നവരാണ്. ഇവർ നല്ല പരോപകാരികളും ദീനദയാലുക്കളും ഒക്കെയാണ്. മറ്റുള്ളവർ തന്നെ വില കുറച്ച് കാണുന്നു എന്ന് തോന്നിയാൽ വാമനൻ ത്രിവിക്രമ മൂർത്തിയായി മാറിയതുപോലെ ഇവർ വളരുന്നവരാണ്. എതിർപ്പുകൾ ഇവരുടെ മാനസിക ശാരീരിക ബലം വർദ്ധിപ്പിക്കും എന്ന് സാരം. ഇവർ നല്ല അഭിജാതരായിരിക്കുന്നവരും എപ്പോഴും എന്തെങ്കിലും കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവരും പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നവരും ഉൽപ്പതിഷ്ണത്വം കൈവരിക്കുകയും ചെയ്യുന്നവരാണ്. ചിലപ്പോൾ മനോബലമില്ലായ്ക നിമിത്തമായി ചില അപവാദങ്ങൾ വന്നു ഭവിച്ചു എന്ന് വരുന്നതാണ്. ഇവർ എത്ര തന്നെ സ്വതന്ത്ര ബുദ്ധിയായിരുന്നാലും ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുസരിച്ച് മാത്രം ജീവിക്കുന്നവരായിരിക്കും. മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമ ശിവായ.